അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക മഹാസമ്മേളനവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സമ്മേളനം UAE വെച്ചുകൊണ്ട് നടക്കുമെന്ന് നമ്മുടെ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷത്തെ ജനമനസ്സുകളിലുള്ള ആ അംഗീകാരം കൊണ്ട് സമസ്തയുടെ ശോഭനീയമായ പ്രവർത്തനത്തിൻ്റെ രൂപഭാവ ശൈലി കൊണ്ട് കണ്ട് തന്നെ അൽഹംദുലില്ലാ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കാൻ വിദേശ രാജ്യത്ത് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ചെറിയ കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം പ്രവാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനൊക്കെ ഒരു പരിധിയും പരിമിതിയുമുണ്ട്. കാരണം 100-ൽ 80% ആളുകളും ജോലിക്കാരാണ്. 20% ആളുകൾ മാത്രമേ ബിസിനസ്സുകാരുണ്ടാവുകയുള്ളൂ. ആ ജോലിക്കാരിൽ തന്നെ ഫ്രൈഡേ മാത്രം ലീവുള്ള ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. ബാക്കിയുള്ള ദിവസങ്ങളിൽ മുഴുവനും പ്രവർത്തന ദിവസമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. എന്നിട്ട് പോലും ഒരു സൺഡേ ദിവസം ഒരു പരിപാടിയായിട്ട് പോലും സൺഡേ ദിവസം പരിപാടിയായിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു മഹാജനസാഗരത്തിനെ സംഘടിപ്പിച്ച് ഈ സമ്മേളനം നടത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കറാമത്ത് തന്നെയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു കറാമത്ത് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ആരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കും, ആരൊക്കെ അതിനെ വിജയിപ്പിക്കും എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. പഴയ കാലത്തൊരു സാഹചര്യമല്ലല്ലോ ഇപ്പോൾ 2-3 വർഷമായിട്ട് സാഹചര്യങ്ങൾ പലതും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം പ്രബുദ്ധ കേരളം, പ്രബുദ്ധ ജനത ഈ വിഷയം കൃത്യമായിട്ട് നോക്കിക്കാണുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല എന്ന് പറയപ്പെടുന്ന ആളുകളെ ഒരാളെ പോലും അങ്ങോട്ട് അടുപ്പിക്കാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അന്താരാഷ്ട്ര സമ്മേളനം ഇത്രയും വിജയകരമായി നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് പറയാനുള്ളത്, ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല എന്ന് ഈ അരവഹാബികളോട് നമുക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, വിശിഷ്യ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ, 100 തികയ്ക്കാൻ പോകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയപ്പെടുന്ന ഈ സുന്നി പടയണി നിങ്ങളുടെ ഊരയിലല്ല ഞങ്ങളുടെ കൂര എന്നാണ് പറയാനുള്ളത്. ഇത് കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹത്വവും അതിൻ്റെ ജനാവലിയും അതിൻ്റെ സ്വാധീനവും ആ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ സാർക്ക് വരെ കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിച്ച് പൊതുസമൂഹത്തോട് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ നിൽക്കുന്നത് കേരളത്തിലാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. 100 തികയുന്ന ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ഇത്രയും വലിയ ഒരു ജനാവലി ഉണ്ട് എന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കടമെടുത്താൽ അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടുമിക്ക പരിപാടിയിലും സംഗമിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രത്തോളം മനോഹരമായ, ഭദ്രമായ, കെട്ടുറപ്പുള്ള, അന്തസ്സുള്ള ഒരു പരിപാടി ഞാൻ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആലങ്കാരിക ഭാഷയാണെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കണ്ട. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാനവും അവിടുത്തെ അംഗീകാരവുമാണ് അവിടെ നമ്മുടെ നേതാക്കന്മാർ സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നു, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക മഹാസമ്മേളനം കാസർഗോഡ് കുഞ്ഞിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ പത്രക്കാരെ വിളിച്ച് ജനമധ്യത്തിൽ താറടിക്കാം, മൂക്കിൽ വലിച്ചു കയറ്റാം എന്ന് നിങ്ങൾ വിചാരിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈളി അമ്പലക്കടവടക്കമുള്ള, ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് അടക്കമുള്ള, ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ അടക്കമുള്ള, ബഹുമാനപ്പെട്ട മോയിൻകുട്ടി മാസ്റ്റർ അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ ഇന്നലെ UAEയുടെ സ്റ്റേജിൽ അണിനിരന്നപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിശ്വാസികളായ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി, വളരെയധികം ആത്മാർത്ഥത തോന്നി. പ്രഗത്ഭരായിരിക്കുന്ന പല പ്രാസംഗികന്മാരുടെയും പ്രസംഗം കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഞാൻ ആലോചിച്ചു പോവുകയാണ്, വമാ അസാബത്തുകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. ആ വേദികളിൽ കൃത്യമായി ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ട പല ആളുകളും, പല വ്യക്തിത്വങ്ങളും അതിൻ്റെ 4 അയലത്തേക്ക് പോലും അടുക്കാൻ സാധിക്കാതെ വഷളാൻമാരായി
ഇരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആരോടും വാശി തീർക്കാനോ ആരുടെയും അഭിമാനം പെച്ചു ചിന്താനോ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, ഇതുവരെ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല. പക്ഷേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേര് പറഞ്ഞ് വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് മഹല്ലുകളെ ഭിന്നിപ്പിക്കാൻ, സമുദായത്തിന്റെ ഇടയിലുള്ളതായിരിക്കുന്ന ഐക്യം തകർക്കാൻ, സുന്നത്ത് ജമാഅത്തിനെയും വഹാബികളെയും സുഹാബികളെയും കൂട്ടിക്കെട്ടി എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ലാഭങ്ങൾ നേടിയെടുക്കാം എന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത്തരക്കാർ ചിന്തിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് താൽക്കാലികം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിഷേധ്യനായിരിക്കുന്ന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ പ്രഭാഷണം കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും. ആ ബഹുമാനപ്പെട്ടവരാണ് തഹിയ്യ എന്ന് പറയപ്പെടുന്ന മഹത്തായിരിക്കുന്ന സംവിധാനത്തിന് മുബാറക്കായ ഒരു പേര് സ്ഥാപിച്ചിട്ടുള്ളത് എങ്കിൽ ഈ വിനീതനായിരിക്കുന്ന ഞാൻ പറഞ്ഞിരുന്നു, കാസർഗോഡ് കുനിയയിൽ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ സയ്യിദുൽ ഉലമ പ്രഖ്യാപിക്കും, ഞങ്ങൾ വിചാരിച്ച ടാർഗറ്റ് ഫുളൂസ് ക്യാഷ് ആയിട്ടുണ്ട്, നിങ്ങൾ അത് നിർത്തിവെക്കണം എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറും. അത് കേരള സമൂഹമല്ല, വിദേശത്തും സ്വദേശത്തുമുള്ളതായിരിക്കുന്ന ആളുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കും. കാരണം അതിന് പേര് ഇട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട യമനി പാരമ്പര്യത്തിന്റെ ഉടമയും ഞങ്ങൾ നെഞ്ചേറ്റുകയും ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ് അതിന് തഹിയ്യ എന്ന പേര് നാമധേയം നൽകിയിട്ടുള്ളതെങ്കിൽ അത് സുന്നി മക്കൾ ഏറ്റെടുക്കുകയും അത് കൃത്യമായി വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് വളരെ വിനീതമായി കൊണ്ട് ഈ സുഹാബി വഹാബി കൂട്ടുകെട്ട് മുന്നണികളോട് പറയാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. ഈ സമയത്തൊരു കാര്യം കൂടി പറയുന്നു, നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഭാഷകന്മാരുണ്ടായിരുന്നല്ലോ, ആ പ്രഭാഷകന്മാർക്കും അതിൻ്റെ അണികൾക്കും അതിൻ്റെ പ്രവർത്തകന്മാർക്കും ഇനിയും ചാൻസ് ഉണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനമെന്തോ ആ തീരുമാനം അക്ഷരം പ്രതി അനുസരിച്ച് അത് പ്രാബല്യത്തിൽ വരുത്താൻ എന്തൊക്കെ ഉണ്ട് മാർഗങ്ങൾ എന്ന് ആലോചിച്ച് ചിന്തിച്ച് അതിന് വേണ്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങി ഈ കാര്യം നിങ്ങൾ പരിഗണിച്ച് നിങ്ങൾ പ്രവർത്തന ഗോതയിലിറങ്ങി പ്രശ്നം പരിഹരിച്ചാൽ നിങ്ങൾക്ക് 100ാം വാർഷിക മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് അതിൻ്റെ മുബാറക് അതിൻ്റെ തബറുക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അതല്ലാതെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും മാളത്തിൽ ഒളിച്ചു. പ്രശ്നം പരിഹരിക്കട്ടെ എന്നിട്ടേ തഹയ്യ തഹയ്യയുമായി സഹകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആളുകളോട് ചോദിക്കുന്നു, എവിടെയാണ് പ്രശ്നം പരിഹരിച്ചത്? ഇപ്പോഴും പ്രശ്നം പരിഹരിച്ചിട്ടില്ലല്ലോ. പ്രശ്നം പരിഹരിച്ചിട്ടില്ല. പ്രശ്നം പരിഹരിക്കാതെ തഹയ്യ വിജയിച്ചില്ലേ? പ്രശ്നം പരിഹരിച്ചതിന് ശേഷമേ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ മഹാന്മാരായിരിക്കുന്ന സയ്യിദന്മാർ സമ്മേളനങ്ങൾ പങ്കെടുക്കുകയുള്ളൂ എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞ കുട്ടി ഹസനെ പോലത്തെ ആളുകൾ എവിടെ? ഞങ്ങൾ ചോദിക്കുന്നു, എവിടെയാണ് നിങ്ങൾ? അതുകൊണ്ട് നിങ്ങൾ കേവലം സോഷ്യൽ മീഡിയയിലും നിങ്ങൾ 4, 3, 7 ആളുകൾ വിചാരിച്ചാൽ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല. അത് സോഷ്യൽ മീഡിയ PR വർക്ക് മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇലാ യൗമിൽ ഖിയാമ നിലനിൽക്കും. അതിന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേതൃത്വം നൽകും. ആ പതാകയിൽ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കും. എന്നിട്ട് സുന്നത്ത് ജമാഅത്ത് പറയുക തന്നെ ചെയ്യും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയപ്പെടുന്ന മഹത്തായിരിക്കുന്ന ആ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന് കാവലിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പ്രവർത്തകരായിരിക്കുന്ന ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങളതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് വിഘടിച്ച് നിൽക്കുന്ന ആളുകൾക്ക്, വിഘടിത ചിന്താഗതിയുള്ള ആളുകൾക്ക്, മോശമായ ചിന്താഗതിയുള്ള ആളുകൾക്ക് ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് ഒരിക്കൽ കൂടെ പറയാനുള്ളത്, നിങ്ങളില്ലെങ്കിലും ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സുസജ്ജമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് ഞങ്ങൾ ആരെയും തന്നെ ഭയപ്പെടുകയില്ല എന്ന് ഒരിക്കൽ കൂടെ ആണയിട്ട് പറയുകയും നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും നിങ്ങളുടെ റൂട്ടിൽ നിന്നും നിങ്ങൾ മാറി സഞ്ചരിക്കുന്നില്ല എങ്കിൽ 100ാം വാർഷിക സമ്മേളനത്തിനും നിങ്ങൾ വരേണ്ടതില്ല. ആ സമ്മേളനം എങ്ങനെ വിജയിപ്പിക്കും എന്ന് കൃത്യമായി ഞങ്ങൾ ബാംഗ്ലൂരിലും കോഴിക്കോട് 35ാം SKSF വാർഷികവും കാണിച്ചു തന്നതിലുപരി ഞങ്ങളത് കാണിക്കുമെന്ന് വളരെ കൃത്യമായി കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.